നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭാഗങ്ങൾ സൈലന്റ് ആയിട്ട് വരും അല്ലേ? ഇതേപോലെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇത്രയും ഭാഗങ്ങൾ സൈലന്റ് ആണ്. കാര്യം ഞാൻ അവിടെ എന്താ സെറ്റിംഗ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മാനുവലി എന്ത് ചെയ്യണം, ബ്ലേഡ് എടുക്കണം, ഇവിടെ കട്ട് ആഡ് ചെയ്യണം, എന്നിട്ട് ഡിലീറ്റ് ചെയ്യണം. ഇനി അങ്ങനെ നമ്മുടെ ഷോർട്ട് കട്ട് ട്രിമ്മൊക്കെ ആണെങ്കിൽ ക്യൂ അടിച്ച് കട്ട് ചെയ്യണം. ഇതുപോലെ ഇതിപ്പോൾ രണ്ട് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ എൻ്റെ വലിയൊരു വീഡിയോയിൽ ഇടയ്ക്ക് സൈലന്റ് വരികയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. പക്ഷേ ആ ഒരു സംഭവം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി അടിപൊളി ഒരു ടൂൾ ഉണ്ട്. ഒരു പ്ലഗിനാണ്, ഓട്ടോ കട്ട് എന്നാണ് പേര്. പ്ലഗിൻ കേൾക്കുമ്പോൾ പെട്ടെന്ന് പോകേണ്ട പെയ്ഡാണെന്ന് കരുതി ഒരു 45 ദിവസം നമുക്ക് ഫ്രീ ട്രയൽ ഉണ്ട്. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഓട്ടോ കട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് എത്തും. അവിടെ നമുക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. വിൻഡോസിന് വേണമെങ്കിൽ വിൻഡോസ്, മാക്കിന് വേണമെങ്കിൽ മാക്ക്. അത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നേരെ ഡാവിഞ്ചിൻ്റെ അകത്ത് വരിക. എന്നിട്ട് വർക്ക് സ്പേസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്ക്രിപ്റ്റ്, അതിൻ്റെ അകത്ത് ഓട്ടോ കട്ട് എന്ന് കാണാൻ പറ്റും അല്ലേ? ഓട്ടോ കട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓട്ടോ കട്ടിൻ്റെ വിൻഡോ ഓൺ ആയിട്ട് വരും. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ ഓൺ ആവും. ഇപ്പോൾ ഇതൊന്ന് ലോഡിങ് ആവുകയാണ്. ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൂള് പുതിയൊരു വിൻഡോ ആയിട്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ഞാൻ എൻ്റെ ഒരു ഭാഗം സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട ഭാഗങ്ങൾ ഇൻ ഔട്ട് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ കട്ട് സൈലൻസ് ഉണ്ട്, അതായത് സൈലൻ്റ് ആയ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്യാൻ. ഓട്ടോ കട്ട് പോഡ്കാസ്റ്റ്, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ വേറെ ഷോട്ടുകൾ ഉണ്ടാവും, വേറെ ആംഗിളുകളിലെടുത്ത്. ഈ വീഡിയോ എല്ലാം അട്ടിക്കട്ടിക്കായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഓട്ടോ പോഡ്കാസ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് കട്ടായിട്ട്, വേണ്ട ഓഡിയോ അനുസരിച്ചാണ് കേട്ടോ കട്ടാവുക. കറക്റ്റായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ ക്യാമറ വരും, ഇപ്പുറത്തെ ആൾ സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ ക്യാമറ വരും. അങ്ങനെ കട്ടായിട്ട് പോകും. അങ്ങനെ കാണിക്കേണ്ട അടുത്തൊരു വീഡിയോ ഇല്ല. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. ഓട്ടോ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നവർ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഓട്ടോ ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ അത് അതേപോലെ സബ് ടൈറ്റിലായിട്ട് മുകളിൽ ഇങ്ങനെ ആഡ് ചെയ്ത് തരും. പിന്നെ സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ സൂം ഔട്ടായിട്ട് ഇങ്ങനെ കാണിച്ചു തരും അവർ. നല്ല ഭംഗി ഉണ്ടാവും. ചില വാക്കുകൾ നമ്മൾ ഒരു വാക്ക് സംസാരിച്ച് തുടങ്ങിയ തീരുന്ന സമയത്ത് സൂം ഔട്ട് ആവും, പിന്നെ കുറച്ച് അങ്ങനെ സൂം ഔട്ട് ആയിട്ട് പ്ലേ ആവും, പിന്നെ സൂം ഇൻ ആയിട്ട് പ്ലേ ആവും. അങ്ങനെ മാറി കളിക്കും കേട്ടോ. ആ ഒരു സംഭവം ഉണ്ട്. ബീറ്റ വേർഷനാണ്, നിങ്ങൾ നോക്കുക. ആദ്യം നമുക്ക് ഓട്ടോ സൈലൻസിനെ കുറിച്ച് പറയാമല്ലേ, അതിനുശേഷം നമുക്ക് ബാക്കി ടൂൾസിനെ പരിചയപ്പെടാം. നമുക്കിവിടെ ഇൻ ആൻഡ് ഔട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നേരെ ടൈം ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഭാഗം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഐ അടിക്കുക, ഇവിടെ ഇത്രയും മതിയെങ്കിൽ ഇവിടെ ഓ അടിക്കുക. അപ്പോൾ ഔട്ടും ഇന്നും സെലക്ട് ആവട്ടോ. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ ഫുൾ ക്ലിപ്പിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഒന്നും ചെയ്യാതെ വെറുതെ കൺഫേം ഇൻ ആൻഡ് ഔട്ട് പോയിന്റ്സ് വെറുതെ കൊടുത്തേക്കുക. എന്നിട്ട് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഓഡിയോ എത്ര സൈലൻസ് വരുന്ന സമയത്താണ് കട്ടാവേണ്ടത്. ഞാൻ -35 dB എന്നുള്ളത് തന്നെ കൊടുക്കുകയാണ്. അതായത് കംപ്ലീറ്റ്ലി സൈലൻസ് ആയ ഭാഗങ്ങൾ കട്ടായിക്കോട്ടെ. പിന്നെ റിമൂവ് സൈലൻസ് ലോങ്ങർ ദാൻ 300 മില്ലി സെക്കൻഡ്സിൽ, അതായത് ഇത്ര സമയം കുറഞ്ഞ ഗ്യാപ്പിലുള്ള കട്ട് ചെയ്യണോ, ലെങ്തി ആയിട്ടുള്ള സൈലൻസ് കട്ട് ചെയ്യണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പോയിന്റ് മില്ലി സെക്കൻഡ്സുകൾ ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട പോലെ സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ ജനറേറ്റ് പ്രിവ്യൂ ഉണ്ടാവും. ജനറേറ്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ പ്രിവ്യൂ കാണിച്ചു തരും. ഈ ചെറിയ നോയ്സ് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഓഡിയോ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിയാണ്. കട്ട് ആൻഡ് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 14 പാർട്ടായിട്ടാണ് അവർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ കാണിച്ചു. ഓക്കെ, കഴിഞ്ഞു. 14 എന്നൊക്കെ എഴുതിയാലാണ് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി ടൈം ലൈനിൽ ഒന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് സൈഡും കൃത്യമായിട്ട് അവർ കട്ട് ചെയ്ത് ഒഴിവാക്കി പോയിട്ടുണ്ട്. ഇത്തിരി ഭാഗം അവർ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സംസാരം ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, പക്ഷേ ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾക്കൊരു ബോറില്ലാതിരിക്കാൻ വേണ്ടി മാക്സിമം സൈലൻസ് കട്ട് ചെയ്താണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, രണ്ട് സൈഡ് മാത്രമേ കട്ടാവൂ അല്ലെ ഉള്ളിലുള്ള ഭാഗങ്ങൾ കട്ടായി നല്ല വൃത്തിയിൽ അറേഞ്ച് ആകുമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ. ഈ ഒരു എൻ്റെ വീഡിയോ 8 മിനിറ്റുള്ള വീഡിയോ ആണ്. നമ്മളിപ്പോൾ ചെയ്ത വീഡിയോൻ്റെ റെക്കോർഡിംഗ് ആണ്. അത് സെലക്ട് ചെയ്തു, എന്നിട്ട് ഓട്ടോ കട്ട് സൈലൻസ് കൊടുത്തു, കൺഫേം കൊടുത്തു, വേണ്ട ഏരിയ കട്ട് ചെയ്യാൻ പോവാണ്. നോക്കാം. വെടിയും പൊക്കെയൊക്കെ വന്ന് നല്ലപോലെ കട്ടായിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലേ. കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എറർ വന്നു. ഞാൻ ഇന്നും ഔട്ടും മാർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും ഔട്ടും മാർക്ക് ചെയ്തില്ലെങ്കിൽ ബഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇന്നും ഔട്ടും സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇന്നും ഔട്ടും കട്ട് ചെയ്തപ്പോൾ ആ പ്രശ്നം തീർന്നു. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായി. 2-3 പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ഓഫാക്കി ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് നടക്കുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, അതുകൊണ്ട് റെക്കോർഡിംഗ് ഒന്ന് ഓഫായി പോയി. പക്ഷേ നോക്കി കറക്റ്റ് നല്ല അടിപൊളി കട്ടിങ് കേട്ടോ. നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. ഓട്ടോ പോഡ്കാസ്റ്റ് എന്ന ഓപ്ഷനാണ്. ഓട്ടോ പോഡ്കാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ക്യാമറകളിൽ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യുമല്ലോ. ഒരാളെ ഷൂട്ട് ചെയ്യും, അടുത്ത ആളെ ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ 2 വീഡിയോസ് ഉണ്ടാവും അല്ലേ. 2 ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോസ് ഉണ്ടാവും. ഇതിനെ ഒരു ലെയറിൽ ആഡ് ചെയ്യുക, അടുത്ത വീഡിയോനെ അതിൻ്റെ മുകളിൽ ലെയറിൽ ആഡ് ചെയ്യുക. അങ്ങനെ 2 ലെയറിലായിട്ട് 2 വരെ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോ കട്ട് പോഡ്കാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആളുടെ വോയിസ് അനുസരിച്ച് പകുതി കട്ട് ചെയ്ത് അതായത് ആരാണ്
സംസാരിക്കുന്നത് ആ ആളിലേക്ക് കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്ത വീഡിയോ കട്ട് ചെയ്ത് ഓഡിയോയും വീഡിയോയും കട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എഡിറ്റിംഗ് അവിടെ നടക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈനൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതാണ് സംഭവം. ഇനി അടുത്തത് ഓട്ടോ ക്യാപ്ഷനാണ്. ഓട്ടോ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതൊന്ന് നോക്കാം അല്ലേ എങ്ങനെയാണെന്ന്. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു ഓഡിയോ വേണം. അതിന് വേണ്ടി ഞാൻ ഓഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കട്ടെ. നേരെ നമ്മളിവിടെ ഫെയർലൈറ്റ് പേജിലേക്ക് പോവുകയാണ്. ഫെയർലൈറ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ വീഡിയോ പറഞ്ഞുകൊണ്ട് ഇതിലധികം ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്. ഹലോ ഗൈസ്, once again welcome back to Dark Wolf VFX Studio. Hello guys, once again welcome back to Dark Wolf VFX Studio. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തത്. ഒന്ന് സ്പീഡിലും ഒന്ന് മെല്ലേയും ചെയ്തിട്ടുണ്ട്. ഇത് വർക്കൗട്ട് ആവുമോ നോക്കാം. എൻ്റെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവുമോ എന്നുള്ള കാര്യം ആദ്യം നോക്കണം. തിരിച്ച് എഡിറ്റ് പേജിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത ഭാഗം ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇനി ഇൻ ആൻഡ് ഔട്ട് മാർക്ക് ചെയ്യണം അല്ലേ. ഞാൻ ഇവിടെ ഇന്ന് മാർക്ക് ചെയ്തു, ഇവിടെ ഇവിടെ ഇന്ന് മാർക്ക് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്ത് ഔട്ട് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ചെറിയൊരു ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നേരത്തെ ഇൻ ആൻഡ് ഔട്ട് മാർക്ക് ചെയ്യാത്തതുകൊണ്ട് പ്രശ്നമുള്ളതാണ് ഞാൻ ഇപ്പോൾ ചെയ്ത്. ഇനിയും ബഗ് വരും എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യണം. ഞാൻ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഇന്നോട്ട് മാർക്ക് ചെയ്തില്ല, പക്ഷേ ബഗ് വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോ ക്യാപ്ഷൻസ് കൊടുത്തു. ഇത് നമ്മൾ ഓട്ടോ ക്യാപ്ഷൻ്റെ കൺഫേം ഇൻ ആൻഡ് ഔട്ട് പോയിന്റ്സ് പറയുന്നുണ്ട് കൺഫേം ആയിട്ട്. അത് നമ്മൾ ചെയ്തു. ഇനി ഇംഗ്ലീഷ് ഇവിടെ ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നമ്മൾ മലയാളം ഉണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാല്ലേ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മലായി ഒക്കെ കണ്ടിട്ടുണ്ട്. അതാ മലയാളം ഉണ്ട് കേട്ടോ. അടിപൊളി മലയാളം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ നോക്കാം. ENG സെർച്ച് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് തന്നെ കൊടുത്തു. അടുത്ത മലയാളം കൂടെ ചെക്ക് ചെയ്യണേ. ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ആദ്യം ഇംഗ്ലീഷ് വരുമോ നോക്കാം, എന്നിട്ട് നമുക്ക് മലയാളം വരുമോ എന്നുള്ളത് നോക്കാം. ഇവിടെ എന്തോ ബഗ്ഗാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. എനിക്ക് കിട്ടുന്നില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. ഇനി ട്രയൽ വേർഷൻ ആയതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും ബഗ്ഗാണ് പറയുന്നത്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മലയാളത്തിലേക്ക് പോകുന്നില്ല, ഇംഗ്ലീഷ് തന്നെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മലയാളം കിട്ടണമെന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നോട് പറയണം കേട്ടോ സംഭവം എങ്ങനെയാണെന്നുള്ളത്. പോട്ടെ, സങ്കടമായി. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാം. ഓട്ടോ സൂം ആണ്. ഇത് ബീറ്റ വേർഷനാണ്. ഒറിജിനൽ വേർഷൻ നമുക്ക് മര്യാദ വർക്കാവില്ല. ബീറ്റ എങ്ങനെ വർക്കാവുമെന്ന് അറിയില്ല. ഒന്ന് നോക്കാം അല്ലേ. കുറ്റം പറയണ്ട, ആദ്യം നമ്മളൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്തു, ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്തു, ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്തു. 4-5 കട്ടുകൾ ഇവിടെ ആഡ് ചെയ്തിട്ട് അതേപോലെ ഇൻ പോയിന്റ് ഔട്ട് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണേ. ഇവിടെ ഞാൻ ഔട്ട് പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ഇൻ പോയിന്റ് മാർക്ക് ആയിക്കോളും. എന്നിട്ട് ഓട്ടോ സൂം കൊടുക്കുകയാണ്, കൺഫേം കൊടുക്കുകയാണ്. എന്താണെന്ന് നോക്കാം. ഇവ എന്തൊക്കെയോ അയക്കുന്നു കേട്ടോ. അപ്ലൈ സൂം, എവിടെയൊക്കെയാണ് സൂം വരേണ്ടതെന്നുള്ള ഏരിയ സെലക്ട് ചെയ്യാൻ പറയാണ്. സെലക്ട് ചെയ്തു, അപ്ലൈ സൂം കൊടുത്തു. ഓക്കെ, അടിപൊളി. ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇത് വർക്കായിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് പ്ലേ നോക്കാം. അവിടെ എത്തുമ്പോൾ സൂം ആവുന്നുണ്ടോന്ന്. പ്ലേ ചെയ്തു, അത് സൂം ആയില്ലേ. ഇപ്പോൾ സൂം ഇന്നായി വരികയാണ്. നല്ല രസമുണ്ട് അല്ലേ. അടുത്ത ക്ലിപ്പ് ഇതേപോലെ സൂമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കട്ടുകളിൽ ആഡായി വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും അല്ലേ. ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്ന പോലെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ഓട്ടോ പ്രൊഫൈനിറ്റി ഫിൽറ്റർ എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട്. ഇവിടെ ആയിട്ട് ലാസ്റ്റ് ആയിട്ട് വരുന്നത് അത് എന്താണ്, സെൻസർ അൺവാണ്ടഡ് ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി. മോശപ്പെട്ട വാക്കുകളാണോ എന്ന് ഉദ്ദേശിക്കുന്ന അറിയില്ല. എവിടെ കണ്ടോ എന്തോന്ന് സംഭവം എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ആഡ് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യും. മെയിനായിട്ട് ഡാവിഞ്ചി, FCP, പ്രീമിയറിൻ്റെ ഒക്കെ എഡിറ്റിംഗ് വീഡിയോസാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുന്നോട്ടേക്ക് നമ്മൾ എന്തായാലും എഡിറ്റിംഗ് വീഡിയോസ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം തുടങ്ങി വെബ്സൈറ്റ് എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ആയിട്ട് പഠിക്കാനാണെങ്കിൽ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ എന്താണ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.